വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ നേരത്തെ കണ്ട ചില ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് കൂടെ ഇരുന്ന് കഥ പറയുക എന്നുള്ളത്. അങ്ങനെ കൂടെ ഇരുന്ന് കഥ പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പറയും, സസ്പെൻസ് കളയരുത്, ഒരക്ഷരം മിണ്ടിപ്പോരുത് എന്ന് നമ്മൾ പറയും. കാരണം സസ്പെൻസാണ് സിനിമയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സസ്പെൻസ് ഇല്ലെങ്കിൽ പിന്നെ ആ സിനിമ കാണാനായിട്ട് നമുക്ക് തോന്നുകയില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോൾ ഒരു നോവലാണെങ്കിലും അതുപോലെ തന്നെ ഒരു ചിത്രകഥയാണെങ്കിലും അതിലൊരു സസ്പെൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്കത് കാണാനായിട്ട് തോന്നുന്നത്. നമ്മൾ സുവിശേഷത്തിലും ഇന്നത്തെ സുവിശേഷത്തിലും ഒരു സസ്പെൻസ് ഉണ്ട്. ആ സസ്പെൻസ് മറ്റൊന്നുമല്ല, ആ ദിവസവും മണിക്കൂറും നിങ്ങൾ അറിയുകയില്ല എന്ന യേശുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് ജീവിതത്തിലെ സസ്പെൻസിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ജീവിതത്തിലും ഒരു സസ്പെൻസ് ഉണ്ട്. എന്താണ് സസ്പെൻസ്? എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്നറിയാത്ത അവസ്ഥയാണ് സസ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സസ്പെൻസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അവസാനമാകാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മരണമാകാം. എപ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം, അതിനപ്പുറം എന്താണ് എന്നറിയാത്ത ഒരു സസ്പെൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സസ്പെൻസ്, സുവിശേഷത്തിലെ സസ്പെൻസ് നമ്മളോട് ശ്രദ്ധിക്കാനായി ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ടെസ്കാന്തോസിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിചിന്തനം ചെയ്യുന്നത്. ഒന്നാമതായി, നിത്യം നിലനിൽക്കുന്ന കാര്യങ്ങളിൽ പ്രത്യാശ വയ്ക്കണം എന്ന് പ്രത്യേകമായി സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ കാലങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും എന്ന്. നമുക്കറിയാം, സുവിശേഷത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ആദവും ഹവ്വയും, അത് കഴിഞ്ഞ് നോഹ, വീണ്ടും നമ്മൾ മോശയെ കാണുന്നു, പ്രവാചകന്മാരെ കാണുന്നു. ഇവരെല്ലാം കണ്ട സൂര്യനും ചന്ദ്രനും തന്നെയാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സുവിശേഷത്തിൽ പറയുകയാണ്, നിത്യം നിലനിൽക്കുമെന്ന് തോന്നുന്ന ആ സൂര്യനും ചന്ദ്രനും പോലും ഇരുണ്ടുപോകും എന്ന്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് അവ നിലനിൽക്കുന്നവയാണ് എന്ന്. അപ്പോൾ നിത്യം നിലനിൽക്കുന്ന കാര്യങ്ങളിൽ പ്രത്യാശ വയ്ക്കണമെന്നും കർത്താവ് നമ്മളോട് സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സമ്പത്തിലോ സൗന്ദര്യത്തിലോ സ്ഥാനമാനങ്ങളിലോ മറ്റ് തുച്ഛമായ ജീവിത സന്തോഷങ്ങളിലോ അല്ല നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, ഈ സസ്പെൻസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, 4 ദിക്കുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും എന്ന്. ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും, ചില സംഘടനകളുടെ കാര്യത്തിലാണെങ്കിലും, ഒരു പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കുക? എപ്പോഴും തിരഞ്ഞെടുക്കുക വിശ്വസ്തരായിട്ടുള്ള വ്യക്തികളെ, എളിമയുള്ള വ്യക്തികളെ, സ്നേഹമുള്ള വ്യക്തികളെ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുള്ള വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളവരായിട്ട് ജീവിക്കണം എന്ന് കർത്താവ് വചനത്തിലൂടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, സൂചനകൾ കണ്ട് നമ്മൾ പഠിക്കണം എന്നാണ് ഈ സസ്പെൻസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പല സൂചനകളും നമ്മുടെ ജീവിതത്തിൽ തരാറുണ്ട് ദൈവം. വ്യക്തികളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സാധ്യതയുള്ള സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ചില സൂചനകൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അത്തിവൃക്ഷത്തിൻ്റെ ഇലകൾ തളിർക്കുമ്പോൾ വേനൽക്കാലം വരുന്നുവെന്ന് നമ്മൾ അറിയുന്നു. അതുപോലെ തന്നെ ചില സൂചനകൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും നന്നായി വിചിന്തനം ചെയ്ത് വിലയിരുത്തി
മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകണമെന്ന് കർത്താവ് നമ്മളോട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന സസ്പെൻസ് 3 പ്രധാന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, നിത്യം നിലനിൽക്കുന്ന കാര്യങ്ങളിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുക. രണ്ടാമതായി, എപ്പോഴും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. മൂന്നാമതായി, നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും സൂചനകളിൽ നിന്നും കാര്യങ്ങൾ കണ്ട് പഠിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായിട്ട് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം വചനം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്, ആ ദിവസമോ മണിക്കൂറോ നീയോ ഞാനോ അറിയുകയില്ല എന്ന്.